The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to science class. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടോ എന്താ ടീച്ചർ പുറത്തു നിന്ന് വെൽക്കം ബാക്ക് ടു പറയുന്നതെന്ന് അല്ലേ? ശരിക്കും നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും നിങ്ങളുടെ സ്കൂൾ മിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കരുതിയത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇൻട്രോ പാട്ട് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലേസിൽ നിന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ സ്ഥലം കാണാനായിട്ട് പറ്റും. അവിടെ വന്ന മാറ്റങ്ങൾ എന്താണെന്ന് അറിയാം. ഓക്കെ, നിങ്ങളുടെ സ്കൂളിനെ കുറിച്ചുള്ള ഓർമ്മകളെ ഒന്നുകൂടി റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ മുന്നിൽ നിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതിയത്. ഇനി നമുക്ക് നിങ്ങളുടെ പാർക്കിൽ വന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ വളരെ നാളുകൾക്ക് ശേഷം നിങ്ങളുടെ മെസ്സിൻ്റെ ഫ്രണ്ടിലുള്ള ഗാർഡനൊക്കെ കാണുകയാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ ഒരുപാട് ഹാപ്പി ആവും. ഇത് കണ്ടില്ലേ, മെസ്സിന് ഫ്രണ്ടിലുള്ള ഗാർഡനാണ്. നിറയെ ഫ്ലവേഴ്സ് ആയിട്ടുണ്ട്. നിങ്ങൾ പോയപ്പോൾ ഇത്രയും ഫ്ലവേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ നിറയെ ഫ്ലവേഴ്സ് ഉണ്ട്. ഇതിലൊക്കെ ബേർഡ്സ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഒരുപാട് ഹാപ്പി ആവും. എനിക്കറിയാം നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ലെറ്റ്സ് പ്രേ. ഓക്കെ, കൊറോണ എത്രയും പെട്ടെന്ന് കൊറോണയുടെ പ്രോബ്ലംസ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് സ്കൂളിലേക്ക് എത്തിച്ചേരാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഓക്കെ, ഇനി നമ്മൾ നിങ്ങളുടെ പാർക്കിലേക്ക് പോവാണ്. ഓക്കെ, പാർക്കിലേക്ക് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ തോന്നുന്നുണ്ടാവും. സ്കൂൾ റീഓപ്പൺ ചെയ്യണമെങ്കിൽ കൊറോണ പേഷ്യൻസിൻ്റെ എണ്ണം കുറയണം അല്ലേ? അപ്പോൾ എണ്ണം കുറയണമെങ്കിൽ ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹം വിചാരിക്കണം. നമ്മൾ ആ കരുതലുണ്ടാവണം എപ്പോഴും. എല്ലാ കാര്യത്തിലും ശ്രദ്ധയോടുകൂടി ചെയ്യണം. ഓക്കെ, നിങ്ങൾക്കറിയാം സൊസൈറ്റി ശരിയാവണമെങ്കിൽ അത് ആദ്യം തുടങ്ങേണ്ടത് വീട്ടിൽ നിന്നാണ്. വീട്ടിൽ നിന്ന് തുടങ്ങണമെങ്കിൽ ആദ്യം വീട്ടിലെ മെമ്പേഴ്സ് കൺസിഡർ ചെയ്യണം അല്ലേ? വീട്ടിലെ മെമ്പേഴ്സ് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സിനെ കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ വളരെ മാറ്റം വരും. കൊറോണ പേഷ്യൻസിൻ്റെ എണ്ണത്തിൽ നല്ല കുറവ് വരും. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സ്കൂളിലേക്ക് വരാൻ പറ്റും. നിങ്ങൾക്ക് മിസ് ചെയ്യുന്ന ഈ ബ്യൂട്ടിഫുൾ വ്യൂസ് നിങ്ങൾക്ക് നേരിട്ട് കാണാനായിട്ട് പറ്റും. എനിവേ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എല്ലാം പെട്ടെന്ന് നേരെയായി വേഗം സ്കൂൾ തുറക്കാനായിട്ട്. Okay, shall we move on to the third chapter now? Okay, what is the name of the third chapter? It is written here, acids and alkalis. In this chapter we are going to study the features of acid as well as alkalis. That means we are going to study about the properties of acid and examples of acid, uses of acid, similarly properties of bases, uses of bases, examples of bases, etc. Bases എന്ന് ഞാനിവിടെ പറഞ്ഞത് ആൽക്കലിയാണ്. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ആസിഡ് ആസ് വെൽ ആസ് ആൽക്കലി. അണ്ടർസ്റ്റുഡ് ചിൽഡ്രൻ? ഹിയർ ദ ചാപ്റ്റർ സ്റ്റാർട്ട് with a small portion of a diary of a girl. Can I read the diary? Okay. I went for a magic show yesterday. The magician fixed a white paper on a board. Then he slowly rubbed on the board with a handkerchief. What a wonder! Red letters started appearing on the board. എന്താ ഡയറിയിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്താ എഴുതിയിരിക്കുന്നത്? യെസ്, കുട്ടി ഒരു മാജിക് ഷോയ്ക്ക് പോയി. അവിടെ മജീഷ്യൻ ഒരു വൈറ്റ് പേപ്പർ ബോർഡിൽ ഫിക്സ് ചെയ്ത ശേഷം അദ്ദേഹത്തിൻ്റെ ഹാൻഡ് കർച്ചീഫ് ഉപയോഗിച്ചിട്ട് ആ വൈറ്റ് പേപ്പറിൽ റബ്ബ് ചെയ്തപ്പോൾ എന്ത് അപ്പിയറായി? റെഡ് ലെറ്റേഴ്സ് അപ്പിയറായെന്നാണ് പറയണേ അല്ലേ? അപ്പോൾ അതാണ് ഡയറിയിൽ മെൻഷൻ ചെയ്തിരുന്നത്. ക്യാൻ വി മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ഗിവൺ ജസ്റ്റ് ബിലോ ദ ഡയറി? അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടില്ലേ? നമുക്കതൊന്ന് നോക്കിയാലോ. Didn't you read the diary?
Yes, isn't it? Okay. How did the red letters appear on the board? What will be the reason behind the appearance of the red letters? Yes, we have to find out. Does the magician have any extraordinary power? Does the magician had any extraordinary power? No. Then how does it happen? എന്നാൽ എങ്ങനെ അത് പറ്റുന്നു? മജീഷ്യന് വല്ല എക്സ്ട്രാ ഓർഡിനറി പവർ എന്തെങ്കിലും ഉണ്ടോ? മജീഷ്യന് എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി പവർ ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെ അത് സാധ്യമാവുന്നു? ബിഫോർ ഗോയിങ് ടു ആൻസർ, let me start another activity. After completing these two activities, I'll tell you the reason behind the appearance of these red letters. Okay? Then shall we move on to another activity? Okay. With your permission, I am going to start another activity. Okay. This is also a magic. Let me introduce this magic in front of you. Now, did you see this paper, children? I am going to conduct an activity with this paper. Actually, I am going to do a magic with the help of this paper. ഈ പേപ്പറിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾ അവിടെ കണ്ടതുപോലെ ഒരു മാജിക്ക് ഞാൻ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഓക്കെ, ക്യാൻ ഐ പേസ്റ്റ് ഇറ്റ് ഓൺ ബോർഡ്? ഹൗ പേസ്റ്റഡ് ദ പേപ്പർ ഓൺ ദ ബോർഡ്? ഡിഡ് യു സീ ദിസ്? ഓക്കെ, ഹിയർ യു ക്യാൻ സീ ദ പേപ്പർ. വാട്ട് ഡിഡ് യു സീ ഇൻ ദ പേപ്പർ? യെസ്, you can see a flower, isn't it? A flower with a leaf you can see. Now I am going to color this flower with the help of lemon juice. Okay, here I am using lemon juice as a color to paint this flower. Okay, this is lemon juice, and with the help of this lemon juice I am going to color this flower. Okay. You can use cotton cloth instead of stick to color this flower. ബ്രഷ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതേ കാര്യം തന്നെ ചെയ്യാൻ പറ്റും. ബ്രഷ് ഉപയോഗിച്ച് ചെയ്താലും നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഒരു പക്ഷേ ഉൾഭാഗം കവർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. സ്റ്റിക്ക് ഉപയോഗിക്കാൻ ഒരുപാട് ടൈം വേണ്ടി വരും. ഇത് കോട്ടൺ ക്ലോത്ത് നമ്മൾ ലെമൺ ജ്യൂസിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി. ഇറ്റ് വിൽ ഫിനിഷ് വിത്തിൻ ഷോർട്ട് ടൈം. കുറച്ച് ചെറിയ സമയത്തിനുള്ളിൽ നമുക്കിത് കളർ കൊടുക്കാനായിട്ട് പറ്റും. ഡിഡ് യു സീ ദിസ്? ഐ ഹാവ് ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് ദ കളറിംഗ് ഓഫ് പെറ്റൽ. ദിസ് ഈസ് എ സ്മോൾ കോട്ടൺ പീസ് വിച്ച് ഈസ് റബ്ഡ് വിത്ത് ഹിബിസ്കസ് ഫ്ലവർ. ഹിബിസ്കസ് ഫ്ലവർ കൊണ്ട് റബ്ഡ് ചെയ്തൊരു കോട്ടൺ ക്ലോത്താണിത്. ഓക്കെ, ഈ ക്ലോത്ത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ സർഫസിൽ ഒന്ന് റബ്ബ് ചെയ്യാണ്. ഓക്കെ, ഇതേ കോട്ടൺ ക്ലോത്ത് കൊണ്ട് ഞാൻ ഫ്ലവറിൻ്റെ പെറ്റൽ റബ്ബ് ചെയ്യാൻ പോവുകയാണ്. ഡിഡ് യു സീ ദിസ്? ഓക്കെ, ഹിബിസ്കസ് ഫ്ലവറിൻ്റെ റിമൈനിങ്സ് അതിൽ ഫ്ലവറിൽ കുറച്ച് ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ റിമൈനിങ്സ് നിങ്ങൾ മാറ്റുക. ഓക്കെ, പെയിൻറ്റ് ചെയ്യുന്ന സമയം ആ റിമൈനിങ്സ് ജസ്റ്റ് ഒന്ന് മാറ്റിയേക്കുക. Okay, we are going to color the last petal. Now it will finish. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇമേജ് നമ്മൾ നേരത്തെ ആക്ടിവിറ്റി ചെയ്ത ശേഷം ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത ഫ്ലവറാണ്. ഓക്കെ, നമ്മളതിൽ എന്താ ചെയ്തത്? ആദ്യം ലെമൺ ജ്യൂസ് വെച്ചിട്ട് കളർ ചെയ്തു അല്ലേ? ലെമൺ ജ്യൂസ് വെച്ചിട്ട് പെറ്റൽസ് കളർ കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ഹിബിസ്കസ് റബ്ബ് ചെയ്ത കോട്ടൺ ക്ലോത്ത് വെച്ച് ഈ ഫ്ലവറിൻ്റെ പെറ്റൽസിനെ ഒന്നുകൂടി അതിൻ്റെ പുറത്ത് റബ്ബ് ചെയ്തു അല്ലേ? റബ്ബ് ചെയ്തപ്പോൾ ഇപ്പോൾ എന്താ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന? റെഡ് കളർ അല്ലേ? റെഡ് കളർ ഫ്ലവറാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. എന്തുകൊണ്ടാണ് ഈ ഫ്ലവർ റെഡായിട്ട് മാറിയത്? ആദ്യം നമ്മൾ എന്താ ഉപയോഗിച്ചത്? ലെമൺ ജ്യൂസ്. ലെമൺ ജ്യൂസ് ഈസ് ആൻ ആസിഡ് അല്ലേ? ആ ആസിഡിൻ്റെ പുറത്തുകൂടി നമ്മൾ എന്താ ചെയ്തത്? ഹിബിസ്കസ് വെച്ചിട്ട് ഹിബിസ്കസ് പേപ്പർ ഉപയോഗിച്ച് ഹിബിസ്കസ് ക്ലോത്ത് ഉപയോഗിച്ച് റബ്ബ് ചെയ്യുക ചെയ്തത്. ഹിബിസ്കസ് ക്ലോത്ത് എന്ന് വെച്ചാൽ എന്താ?
ക്ലോത്ത് റബ്ഡ് വിത്ത് ഹിബിസ്കസ് ഉപയോഗിച്ച് റബ്ബ് ചെയ്ത ക്ലോത്ത് അല്ലേ, അത് വെച്ച് നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് അതിൻ്റെ പുറത്തൊന്ന് റബ്ബ് ചെയ്തു. ഏതിൻ്റെ പുറത്ത്? പെറ്റൽസിൻ്റെ പുറത്ത് റബ്ബ് ചെയ്തു അല്ലേ. പെറ്റൽസിൻ്റെ പുറത്ത് റബ്ബ് ചെയ്തപ്പോഴേക്കും പെറ്റൽസിൻ്റെ കളർ എന്തായിട്ട് മാറി? റെഡ് കളറായിട്ട് മാറി. അതായത് ഈ റെഡ് കളർ ഇവിടെ കിട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ലെമൺ ജ്യൂസ് എന്ന് പറയുന്ന ഒരു അസിഡിക് സബ്സ്റ്റൻസ് ആണ്. ഹിബിസ്കസ് ഏതൊരു അസിഡിക് സബ്സ്റ്റൻസുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നാലും അത് റെഡ് കളറായിട്ട് മാറും. ഇവിടെ ഹിബിസ്കസുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിലാണോ വന്നത്? അല്ല, ഹിബിസ്കസ് റബ്ബ് ചെയ്ത ക്ലോത്താണ് എവിടെ കോണ്ടാക്റ്റിൽ വന്നത്? ആസിഡിക് എൻവയോൺമെൻറ്റിൽ കോണ്ടാക്റ്റിൽ വന്നത്. ഗ്രാജുവലി അതിൻ്റെ കളർ എന്തായിട്ട് മാറും? റെഡ് കളറായിട്ട് മാറും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വെനെവർ ഹിബിസ്കസ് കം ഇൻ കോണ്ടാക്ട് വിത്ത് എനി ആസിഡിക് സബ്സ്റ്റൻസ് ഇറ്റ്സ് കളർ വിൽ ചേഞ്ച് ഇൻ ടു റെഡ്. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ. അതെന്താണ്? ഒരു ഇൻഡിക്കേറ്ററാണ്. അതുകൊണ്ടാണ് അതിൻ്റെ കളർ എന്തായിട്ട് മാറിയത്? റെഡ് കളറായിട്ട് മാറിയത്. അപ്പോൾ ഇവിടെ ഹിബിസ്കസ് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വന്നിട്ടില്ല, പകരം ഹിബിസ്കസ് റബ്ബ് ചെയ്ത പേപ്പർ ഉപയോഗിച്ച് നമ്മൾ ആ പെറ്റൽസിനെ റബ്ബ് ചെയ്യുക ചെയ്തത്. ഓക്കെ, സോ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ചിൽഡ്രൻ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ മാജിക് ഷോയിൽ മജീഷ്യൻ റെഡ് ലെറ്റേഴ്സിനെ എങ്ങനെ ഫോം ചെയ്യിപ്പിച്ചു എന്ന് മനസ്സിലായല്ലോ. എങ്ങനെയായിരിക്കും ഫോം ചെയ്തത്? ഓൾറെഡി അവിടെ ഏതെങ്കിലും ആസിഡിക് സബ്സ്റ്റൻസ് വെച്ചിട്ട് പേര് എഴുതിയിട്ടുണ്ടാവും. അതിൻ്റെ പുറത്തുകൂടി ഹിബിസ്കസ് ഉപയോഗിച്ച് റബ്ബ് ചെയ്ത പേപ്പറോ കോട്ടണോ ഉപയോഗിച്ച് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗം എന്തായിട്ട് മാറും? റെഡായിട്ട് മാറും. അപ്പോൾ എന്തുകൊണ്ട് അവിടെ റെഡ് ലെറ്റേഴ്സ് അപ്പിയറായി? ഹിബിസ്കസ് ഏതുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നു? ആസിഡുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നു. ഇപ്പോൾ ഹിബിസ്കസ് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വന്നില്ല എങ്കിലും ഹിബിസ്കസ് പേപ്പറോ അല്ലെങ്കിൽ ഹിബിസ്കസ് റബ്ബ് ചെയ്ത പേപ്പറോ ആസിഡുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ അതിന് റെഡ് കളറായിട്ട് മാറും. ഓക്കെ, You might have understood one thing, that the hibiscus will show color change in the presence of an acidic substance. That means when hibiscus come in contact with an acidic substance, it will show a red color. The hibiscus color, that means the color of the hibiscus will change to red, isn't it? This can be proved with the help of another activity. That means we can prove this same concept with the help of another activity. In this activity, what you have to do is you have to take a piece of paper. Okay, after that you have to rub the paper with the hibiscus flower. Now a paper piece is there in my hand. Did you see this paper piece? Actually this paper is rubbed with the hibiscus. As I told you earlier, hibiscus is an indicator. So when we rub a paper with the hibiscus, that paper will act as an indicator. So this paper will act as an indicator to find out the presence of acidic substance. Here this paper is known as what? Indicator paper. This paper is used to find out the acidic substance. So how ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? എന്താ ചെയ്യേണ്ടത്? ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക? ഹിബിസ്കസ് വെച്ച് നന്നായിട്ട് റബ്ബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ കളറിലൊരു പേപ്പർ കിട്ടും. ഈ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിനെ എന്ത് കണ്ടെത്താൻ പോകുന്നത്? ആസിഡിക് സബ്സ്റ്റൻസിന് കണ്ടെത്താനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഹിയർ ഐ ഹാവ് ഹിബിസ്കസ് പേപ്പർ. ഇതിനെ ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ലിറ്റ്മസ് പേപ്പർ പോലെ ചില ചെറിയ പീസസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഐ എം യൂസിങ് ദീസ് പീസസ് ടു ഫൈൻഡ് ഔട്ട് ദ നേച്ചർ ഓഫ് ഈച്ച് സബ്സ്റ്റൻസസ് വിച്ച് ഈസ് ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് some list of things are given, some list of food items are given, and they ask you to find out the nature of that substance, isn't it? So shall we move on that? Here I have lemon juice in my hand. Did you see this? I am going to find out the nature of this lemon juice. We have already know that this is acidic substance. So we can check whether this paper will show any color change in the presence of this lemon juice. Okay, I am going to dip this. Did you see this color change, children? Yes, you can see the color change, isn't it? That means the color is changed to red in the presence of lemon juice. What is this? This is a hibiscus paper. This hibiscus paper get turned to red in the presence of what? Lemon juice. That means lemon juice is a what? Acidic substance. Here you can understand that lemon juice is an acidic substance. Why? Because the color of the hibiscus paper, that is indicator, it changed to what? Red. Okay, you can see it more clearly, isn't it? Did you see this, children? Okay. So here I have a buttermilk in my hand. I am going to find out the nature of this buttermilk. For that I took a small indicator paper. This is a hibiscus paper. That means the paper rubbed with the hibiscus. I am using this paper to find out the nature of this buttermilk. Okay,
For that I am dipping this paper into the buttermilk. Okay, did you see any color change in that paper? Yes, you can see a small color change, isn't it? The color of the paper get changed into red. Did you see that? You can see a small color changes. Did you see the did you see a light red color on the paper? You can see, isn't it? That means it indicates that this substance, that means this buttermilk is a acidic substance. Okay. Again, I am going to conduct the same experiment with the tamarind water. This is tamarind water and this is the indicator paper. I am dipping this indicator paper inside the tamarind water. Okay. Did you see the color change? Now it is more clear, isn't it? The paper turned to red, isn't it, children? It indicates that this tamarind solution is a acidic substance. Okay. This is vinegar. Vinegar endina nammal ubhayikkaru? Yes, we are using in pickles to preserve it for a long time. അല്ലേ? പിക്കിൾസ് കേടുകൂടാതെ നമ്മൾ ചേർക്കുന്ന പിക്കിൾസ് കേടുകൂടാതിരിക്കാൻ നമ്മൾ ചേർക്കുന്ന ഒരു വസ്തുവാണ് ഇത്, ഒരു സൊല്യൂഷനാണ് വിനീഗർ ഓർ അസറ്റിക് ആസിഡ്. ഓക്കെ, വിനീഗർ നോക്കാം. വിനീഗറിൻ്റെ നേച്ചർ എന്താണെന്ന് നോക്കാം. ക്യാൻ ഐ ഡിപ്പ് ഇറ്റ്? വാട്ട് ഈസ് ദറ്റ്? It indicates that it is what? Acidic. That means this vinegar is an acidic substance. ഇവിടെ നിങ്ങൾക്ക് കാണാം കളറിൻ്റെ വേരിയേഷൻ, നല്ല വേരിയേഷൻ വരുന്നുണ്ട്. ഇത് എത്രത്തോളം അസിഡിക് ആണ് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത്രയും കളർ ചേഞ്ച് വരുന്നത്. അതായത് ഒരുപാട് അസിഡിക് ആണെങ്കിൽ നല്ല ഡീപ്പ് റെഡ് കളർ കിട്ടും. സ്ലൈറ്റ്ലി അസിഡിക് ആണെങ്കിൽ കളർ ചേഞ്ച് അതുപോലെ ലൈറ്റ് റെഡ് ആയിട്ട് മാറും. നേരത്തെ നമ്മൾ ബോർഡിൽ ചെയ്തപ്പോൾ നമുക്ക് അത്രയും ഡീപ്പ് കളർ കിട്ടാതിരുന്നത് സ്ലൈറ്റ്ലി അസിഡിക് ആയതുകൊണ്ടാണ്. ഓക്കെ, അസിഡിറ്റി കുറവായതുകൊണ്ടാണ്. ദിസ് ഇസ് സം മോർ അസിഡിക്, കുറച്ച് കൂടുതൽ അസിഡിക് ആയതുകൊണ്ട് റെഡ് കളറായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് ഓയിൽ, കോക്കനട്ട് ഓയിൽ. ഓക്കെ, നമ്മുടെ സാധാരണ കോക്കനട്ട് ഓയിലാണ്. ഞാനത് ഇതിലേക്ക് ഇൻഡിക്കേറ്റർ ഡിപ്പ് ചെയ്യാൻ പോവാണ്. എന്താണ് അതിന് നമുക്ക് വ്യത്യാസം എന്ന് നോക്കാം. ക്യാൻ യു സീ എനി കളർ ചേഞ്ച് ഇൻ ദിസ്? Then I am going to dip. Did you see any color change? No, isn't it? That means this coconut oil is not a acidic substance. This is a salt solution and I am going to dip this paper indicator inside the salt solution. Can you see any color change? No, isn't it? No color change. That means this is not an acidic substance. Is salt solution or acidic substance? No, alla. Okay. I took sugar solution. This is sugar solution. Sugar water la dissolve cheyipichadana. I am going to dip this paper inside the sugar solution. Can you see any color change? No color change. It indicates that this solution is sugar solution is not acidic nu manasilayi alle. Did you see this? Soap solution aanu. Ee soap solution like njan ee paper dip cheyanu. Okay, can you see any color change in that? No, isn't it? Its slight change is there. It became more ബ്ലൂ കളർ, കുറച്ച് കൂടുതൽ ബ്ലൂ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. ചെറുതായിട്ടൊരു കുറച്ചുകൂടി കൂടുതൽ ഇൻറ്റൻസിറ്റി തോന്നുന്നുണ്ടോ ബ്ലൂ കളറിന്, അല്ലേ? So we have conducted experiments with these substances, these solutions, isn't it? Among these solutions, some are capable of changing the color of hibiscus paper into red and some are not capable of changing the color of hibiscus paper into red. Among these substances, can you say which are capable of changing the color of hibiscus paper into red? That means which solutions are capable of converting the color of hibiscus into red? Okay, which are the substances? Yes, here lemon juice എന്തെങ്കിലും color change കാണിച്ചോ? Yes, lemon juice is capable of changing the color of hibiscus into red, isn't it? Similarly, tamarind water is also capable of changing the color of hibiscus into red. Whether the salt solution was capable of changing the color of litmus into red? No, isn't it? It was not capable of changing the color into red. And next one is buttermilk. Buttermilk, is it capable? Yes, buttermilk was capable to change the color, isn't it? Next one is coconut oil. Whether the coconut oil was capable? No, it was not capable of changing the color. Okay, it is not capable of changing the color. Again, vinegar. Vinegar means acetic acid, isn't it? What change has happened when we dip that paper inside the vinegar? Yes, the color of the paper get changed to red. So vinegar is capable of changing the color of hibiscus paper into red. Next one is soap solution. Whether the soap solution was capable? No, isn't it? No. Again, sugar solution. Sugar solution capable ayirunno? No, it was not capable to change the color of the what? Yes, hibiscus paper. Okay.
So here I am going to write down the names of substance which are capable of converting the color of hibiscus into red. Okay, can I write it here? Lemon. Okay, lemon juice is capable. And the second one is what? Tamarind. Tamarind water is capable. Tamarind water. And the third one is what? Buttermilk, isn't it? Buttermilk was capable. Next one is what? Vinegar, isn't it? Vinegar was capable. Vinegar was capable of changing color. Can you look into these solutions, children? Can you think about these substances? What are the common peculiarities of these substances? These substance in the common peculiarity endana? Yes, നിങ്ങൾ ലെമൺ ജ്യൂസ് എടുത്ത് നോക്കൂ, ടാമറിൻ വാട്ടർ എടുത്ത് നോക്കൂ, ബട്ടർ മിൽക്ക്, വിനീഗർ ഒക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ what will be the taste of that these kind of solutions? Yes, it is sour in taste, isn't it? Common peculiarity എന്താ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും? They are sour in taste. Sour taste ആണ് അല്ലേ? So what are the common peculiarities of these substances? These are sour in taste അല്ലേ? അപ്പോൾ these are sour in taste. Along with that, can you say the common features of these substances? Yes, these are capable of changing the color of hibiscus paper into red. That means these substances are capable of changing the blue color of the hibiscus into red. So second peculiarity in the, it is capable of changing the color of hibiscus paper, hibiscus to red, isn't it? Red എന്ന് പറയുന്ന കളറിലേക്ക് ചേഞ്ച് ചെയ്യാൻ കേപ്പബിൾ ആണ്. Understood, children? I will tell you once more. What are the common peculiarities of these substances? Yes, they are sour in taste. They are capable of changing the color of blue hibiscus into red one. അതായത് ബ്ലൂ കളർ ഹിബിസ്കസ് പേപ്പറിനെ റെഡ് ആക്കാൻ ഏബിൾ ആണ് ആര്? ഈ വസ്തുക്കൾ, ഈ സൊല്യൂഷൻസ്. Understood, children? Did you understand? So from this you might have understood one thing, that what these substances are acidic. If these substances are acidic, what are the peculiarities of acidic substances? Yes, acidic substances are sour in taste and they are capable of changing the color of the hibiscus paper into red. If instead of hibiscus paper, if you are using litmus paper, we will get red color. ശരിക്കും നമുക്ക് ലാബിലൊക്കെ അസിഡിക് സബ്സ്റ്റൻസ് കണ്ടെത്തേണ്ടി വരില്ലേ, ഏതാണ് അസിഡിക് സബ്സ്റ്റൻസ് എന്ന് അറിയേണ്ടി വരില്ലേ? ആ സമയം നമ്മൾ എന്താ ഉപയോഗിക്കുക? ഹിബിസ്കസ് പേപ്പറാണോ ഉപയോഗിക്കുക? നോ, we will use litmus paper. So inside a laboratory we will use litmus paper instead of hibiscus paper. ശരിക്കും ലാബുകളിൽ നമ്മൾ ഹിബിസ്കസ് പേപ്പറിനൊക്കെ പകരം ഉപയോഗിക്കുന്നത് ലിറ്റ്മസ് പേപ്പറാണ്. ഹിബിസ്കസ് പേപ്പർ എപ്പോഴും ഉപയോഗിക്കാനായിട്ട് പറ്റുമോ? നോ. Here in laboratory it is not possible to use hibiscus paper as indicator. Why? Because this paper will not give the accurate result. അതായത് നമ്മൾ ചിലപ്പോൾ ചില വസ്തുക്കൾ അത്രത്തോളം അസിഡിക് ആവണമെന്നില്ല. ആ സമയത്ത് നമ്മൾ അതിനെ ഡിപ്പ് ചെയ്തിട്ട് കളർ ചേഞ്ച് നോക്കി മനസ്സിലാക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ ദ കളർ ചേഞ്ച്. ആ കളർ ചേഞ്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ലാബിൽ ഉപയോഗിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ക്യാൻ യു ഗീവ് സം എക്സാമ്പിൾസ് ഓഫ് ആസിഡ്? യെസ്, hydrochloric acid, sulfuric acid, nitric acid. അല്ലേ? എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? Can I write it in the board? Yes. Which are the examples of acid? HCl. Otherwise we can call it as hydrochloric acid. Hydrochloric acid, H2SO4, sulfuric acid. And again one more. Can you give one more examples? HNO3, nitric acid. Understood? These are the examples of some of the acid. നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ ആസിഡിലൊക്കെ കൈ തട്ടുമ്പോൾ എന്താ പറ്റുക? കൈ പൊള്ളാറുണ്ടല്ലേ? എന്തുകൊണ്ടാണ് ഈ ഫുഡ് സബ്സ്റ്റൻസിലൊക്കെ ആസിഡ് ഉണ്ടായിട്ട് നമ്മുടെ കൈ പൊള്ളാത്തത്? വൈ? ബിക്കോസ് ദീസ് ആർ വീക്ക് ആസിഡ്സ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതെല്ലാം വീക്ക് ആസിഡ്സ് ആണ്. ഇറ്റ് ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് കോസിങ് എനി പ്രോബ്ലം ടു അസ്. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കാൻ കേപ്പബിൾ അല്ല ആരെന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ഫുഡ് സബ്സ്റ്റൻസസ്. ക്യാൻ യു സേ ദ ആസിഡ് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ലെമൺ ജ്യൂസ്? ലെമൺ ജ്യൂസിലുള്ള ആസിഡ് ഏതാണെന്ന് അറിയാമോ? സിട്രിക് ആസിഡ്. വിച്ച് ഈസ് ദാറ്റ്? Citric acid. Acid present in lemon juice is citric acid. And the acid present in tamarind water lulla acid ഏതാ? tartaric acid. Okay, tartaric അല്ലെങ്കിൽ tamarindനുള്ള ആസിഡ് tartaric acid ആണ്. Okay, tartaric acid. And next one is buttermilk ലുള്ള ആസിഡ് ഏതാ? lactic acid. Okay, lactic acid.
acid, lactic acid. Next one is vinegar lulla, vinegar ennu parayunna endha acetic acid. Okay, acetic acid. These are weak acid. For example, lemon juice contains citric acid in it, it is a weak acid. And again tamarind water contains tartaric acid in it. Next one is buttermilk contain lactic acid in it, vinegar contain acetic acid in it. Apple contain malic acid in it. Apple contain what? Malic acid. Okay, apple contain malic acid in it. So which is the acid present in apple? Malic acid. This is also a weak acid. Okay, hope you have understood the class well. If you have any doubt, please contact me. Stay safe. Bye.